ഇന്ത്യൻ സിനിമയിൽ ചരിത്രം കുറിച്ച എമ്പുരാൻ ബുക്ക് മൈ ഷോയിലൂടെ ആദ്യ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബുക്ക് ചെയ്ത ചിത്രമായി മാറി എമ്പുരാൻ. 93,500 ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി മാത്രം ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അല്ലു അർജുൻ ചിത്രം പുഷ്പ 2, ഷാരൂഖ് ഖാൻ ചിത്രം ജവാൻ എന്നിവയെ പിന്തള്ളിയാണ് എമ്പുരാൻ പുതിയ റെക്കോർഡ് സൃഷ്ടിക്കുന്നത്. ഹരികൃഷ്ണൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഹരി, ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ വലിയ കാത്തിരിപ്പ്, ടിക്കറ്റുകൾ ലഭ്യമായി തുടങ്ങിയ മിനിറ്റുകളിൽ തന്നെ അത് ബുക്ക് ചെയ്യുന്ന സാഹചര്യം. അഭിലാഷ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് എമ്പുരാൻ. മോഹൻലാൽ ചിത്രമായ എമ്പുരാന് ടിക്കറ്റ് ബുക്കിംഗ് ഇന്ന് രാവിലെ 9 മണിയോടെ ആരംഭിക്കും എന്ന് പറഞ്ഞ നിമിഷം മുതൽ തന്നെ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു അവരുടെ പ്രിയപ്പെട്ട തിയേറ്ററുകളിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഷോ ബുക്ക് ചെയ്യാനായി. പക്ഷേ ഒരു കാര്യം പറയട്ടെ, പലർക്കും അവർക്ക് വേണ്ടപ്പെട്ട തിയേറ്ററുകളിൽ അല്ല ബുക്ക് ചെയ്യാൻ സാധിച്ചത് എന്നുള്ളതാണ്. കാരണം ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സൈറ്റ് ക്രാഷ് ആകുന്നു. പലർക്കും സൈറ്റിലേക്ക് കയറാൻ പോലും സാധിക്കുന്നില്ല, ബുക്ക് ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് തുടക്കം തന്നെ എത്തുകയാണ്. പല തിയേറ്ററുകളിലും ആദ്യത്തെ 4 മിനിറ്റ് മുതൽ 10 മിനിറ്റിൽ വരെ തന്നെ പ്രധാനപ്പെട്ട തിയേറ്ററുകളിൽ ഉൾപ്പെടെ, തൃശ്ശൂർ രാഗം ആയിക്കോട്ടെ, തിരുവനന്തപുരം എഡീസ്പെക്സ് തിയേറ്റർ, കൊച്ചിയിലെ തന്നെ പ്രധാനപ്പെട്ട സെന്ററുകളിലൊക്കെ തന്നെ ആദ്യത്തെ 5 മുതൽ 10 മിനിറ്റിൽ തന്നെ ടിക്കറ്റുകളെല്ലാം തന്നെ ആദ്യ ദിനത്തിലെ എല്ലാ ഷോയുടെയും ടിക്കറ്റ് ബുക്ക് ചെയ്യപ്പെടുന്ന സാഹചര്യം അതിലൂടെ സൃഷ്ടിച്ചത് റെക്കോർഡാണ്. 93,500 ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി മാത്രം, ആ ആപ്പ് വഴി മാത്രം 93,500 ജനങ്ങളാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിലൂടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു റെക്കോർഡാണ് എമ്പുരാൻ കുറിച്ചിരിക്കുന്നത്. പ്രധാനമായും പുഷ്പ 2ന്റെ കയ്യിലായിരുന്നു ഈ റെക്കോർഡ്. അതാണ് പ്രധാനമായും പൊളിച്ചിരിക്കുന്നത് എമ്പുരാൻ. പിന്നാലെ കൽക്കി, പ്രഭാസ് ചിത്രമായ കൽക്കി 2898 AD, പിന്നാലെ വിജയ് ചിത്രമായ ലിയോ, ഷാരൂഖ് ഖാൻ ചിത്രമായ ജവാൻ തുടങ്ങിയ സിനിമകളുടെ ഒക്കെ റെക്കോർഡുകൾ തകർത്തുകൊണ്ടാണ് ഒരു മലയാള ചിത്രം ഇന്ത്യൻ സിനിമയുടെ മുന്നിൽ എത്തുന്നത് എന്നുള്ളതാണ്. ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി ആദ്യ മണിക്കൂറിൽ എത്രമാത്രമാണ് പ്രേക്ഷകർ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യ മണിക്കൂറിലെ ബുക്കിംഗ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. കാരണം ഫാൻസ് മാത്രമല്ല, സാധാരണ പ്രേക്ഷകർ പോലും എത്രമാത്രം ഈ ലൂസിഫർ എന്ന സിനിമയുടെ 2ാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളത് ആദ്യ മണിക്കൂർ ബുക്കിംഗിൽ തന്നെ പ്രകടമാകും. ആ ബുക്കിംഗ് കാഴ്ചയിലാണ് ഏകദേശം 1 ലക്ഷത്തിനടുത്ത് ടിക്കറ്റ് ബുക്കിംഗ് എത്തിയിരിക്കുകയാണ് ബുക്ക് മൈ ഷോ ആപ്പ് വഴി മാത്രം. നമ്മൾ എല്ലാം കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ ഇതുവരെയുള്ളൊരു സംഖ്യ പ്രകാരം 1,10,000 ടിക്കറ്റുകളാണ് ആദ്യ മണിക്കൂറിൽ ചിത്രത്തിന് ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് 1 ലക്ഷം കടന്ന് എമ്പുരാൻ ആദ്യ മണിക്കൂറിൽ തന്നെ മൊത്തം ബുക്കിംഗുകൾ വഴി എത്തിയിരിക്കുന്നു. അതിൽ ബുക്ക് മൈ ഷോ വഴി മാത്രം 93,500 ടിക്കറ്റുകളാണ് ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ വാർത്ത. 2ാം ദിനത്തിൽ പോലും പ്രധാനപ്പെട്ട തിയേറ്ററുകളിലൊക്കെ തന്നെ ചിത്രം ഹൗസ്ഫുള്ളായി മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു. ഈ വ്യാഴാഴ്ചയാണ് എമ്പുരാൻ എന്ന ചിത്രം റിലീസ്. വ്യാഴവും വെള്ളിയും ആദ്യ 2 ദിവസവും വർക്കിംഗ് ദിവസങ്ങളാണ് എന്നതുകൂടി ഈ സമയത്ത് പറയട്ടെ. ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഈ സിനിമയ്ക്ക് ഒരു ബ്രഹ്മാണ്ഡമായ ഒരു ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ, മികച്ച അഭിപ്രായം നേടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശനിയും ഞായറും, വരാൻ പോകുന്ന ശനിയും ഞായറും പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തരംഗത്തെക്കാൾ ഉപരി ഫാമിലി കുടുംബ പ്രേക്ഷകരും കൂടി തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴേക്കും ഇപ്പോൾ നിലവിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഈ ഇന്ത്യൻ സിനിമയിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ റെക്കോർഡ് പിന്നെയും പല ചരിത്രങ്ങളും ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് മാറുന്നുണ്ട്. അതെങ്ങനെയാകുമെന്നുള്ളത് മാർച്ച് 27 വരെ കാത്തിരിക്കേണ്ടി വരും എന്നാണ് ചിത്രത്തിന്റെ റിലീസ്. പക്ഷെ നിലവിലത്തെ ഘട്ടത്തിൽ 27-ാം തീയതി എന്നൊരു വ്യാഴാഴ്ച ദിവസം അത്രമേൽ ആരാധകർ കാത്തിരിക്കുന്ന ലൂസിഫറിന്റെ 2ാം ഭാഗമായ എമ്പുരാൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു ചരിത്രം സൃഷ്ടിക്കുന്നു. 30-ാം തീയതിയാണ് സൽമാൻ ഖാൻ ചിത്രമായ സിക്കന്ദറിന്റെ റിലീസ്. ആ ചിത്രത്തെ ഒക്കെ പിന്തള്ളിക്കൊണ്ടാണ് ഇന്ത്യൻ സിനിമയുടെ ഒരു ഫേസ് ബ്രാൻഡായിട്ട് ഇപ്പോൾ എമ്പുരാൻ നിലവിൽ നിൽക്കുന്നത്. ഇപ്പോഴും പല തിയേറ്ററുകളിൽ പോലും ഹൗസ്ഫുള്ളായി മാറുന്ന ഒരു ഘട്ടം. ഇപ്പോഴും 2ാം ദിനത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആളുകൾ കൂടുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. കാരണം ആദ്യ ദിനത്തിലൊക്കെ തന്നെ ആദ്യത്തെ മണിക്കൂറിൽ തന്നെ ആദ്യ ദിനത്തിലെ എല്ലാ ഷോയുടെയും എല്ലാ ടിക്കറ്റുകളും പ്രത്യേകിച്ച് എല്ലാ തിയേറ്ററുകളിലും ഒക്കെ തന്നെ ഹൗസ്ഫുള്ളായി മാറുന്നു. ഇനി അങ്ങും ഇങ്ങും ഏതെങ്കിലും ഒരു കോർണർ സീറ്റോ ഫ്രണ്ട് സീറ്റോ ഒക്കെ കിട്ടാനുള്ള രീതിയിലേക്കാണ് നിലവിൽ നിൽക്കുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ ചർച്ചയായി മാറുന്നത് എമ്പുരാനാണ്. പ്രത്യേകിച്ച് ട്രെയിലറും കൂടി വന്നതിന് ശേഷം 3 മിനിറ്റ് 51 സെക്കൻഡ് നീളമുള്ള ട്രെയിലർ ആണെങ്കിൽ പോലും അത്രമേൽ ആളുകളാണ് സ്വീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തിരുന്ന ട്രെയിലർ. പിന്നാലെ ട്രെയിലർ റിലീസായി തൊട്ടടുത്ത ദിവസം തന്നെ ടിക്കറ്റ് ബുക്കിംഗും കൂടി വരുമ്പോഴേക്കും ആളുകൾ ട്രെയിലറിൽ സംതൃപ്തരാണ് എന്നുള്ളത് തന്നെ കൂട്ടി വായിക്കണം. ട്രെയിലർ മോശമായിരുന്നെങ്കിൽ
ചിലപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ബുക്കിംഗ് ഒന്നും തന്നെ റിഫ്ലക്ട് ചെയ്യില്ലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഏറ്റവും ഒടുവിൽ ഈ 3 മിനിറ്റ് 51 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ട്രെയിലറിൽ പോലും ചിത്രത്തിനെ പറ്റി എന്താണെന്ന് വ്യക്തമായ ധാരണ നൽകാതെ ഒരുപാട് സംശയങ്ങൾ, സൂചനകൾ നിലനിർത്തിക്കൊണ്ടാണ് ട്രെയിലറും പുറത്തിറക്കിയത്. ആ ഒരു ഘട്ടത്തിൽ ട്രെയിലറും കൂടി പ്രേക്ഷകർ ഏറ്റെടുത്തതോടുകൂടി ഈ ചിത്രത്തിന് മേൽ ഹൈപ്പ് കൂടുകയായിരുന്നു. അത് തന്നെയാണ് ടിക്കറ്റ് ബുക്കിങ്ങുകളിലേക്കും മാറിയത്. കൃത്യം 9 മണിക്ക് തന്നെ ഇത് ബുക്കിംഗ് ആരംഭിക്കുകയും ചെയ്തു. അത് റിഫ്ലക്ട് ചെയ്തുകൊണ്ട് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു പുതിയ ചരിത്രം എമ്പുരാൻ സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുകയാണ്. അഭിലാഷ്. ഹരികൃഷ്ണൻ നൽകിയത്.